ഹായ് എവ്രി വൺ. ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ഡിസംബർ 2025 അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ വരുന്ന അറ്റംപ്റ്റ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആകും. അപ്പോൾ നമ്മുടെ ഒരു സെഷൻ ഒരു ക്ലാസ് നടക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി ചാനൽ ത്രൂ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിലും അതിന് മുന്നത്തെ അറ്റംപ്റ്റിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ബാച്ചസ് കണ്ടക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. വളരെ ചെറിയ ഒരു ഫീല്, എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന വളരെ ചെറിയൊരു ഫീല് എൻ്റെ ഒരു ഗ്രൂപ്പാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചാനൽ ത്രൂ ഡിസ്കസ് ചെയ്തിരുന്നു. ജൂലൈ 21 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ആകുന്നത്. നിങ്ങൾക്ക് സിംഗിൾ ഗ്രൂപ്പ് വേണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം, ബോത്ത് ഗ്രൂപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഏതെങ്കിലും സബ്ജക്റ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് ഷെയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ റെഗുലർ ബാച്ചായിട്ട് സിംഗിൾ ഗ്രൂപ്പിനോ ബോത്ത് ഗ്രൂപ്പിനോ ഉള്ളവർക്കാണെങ്കിൽ റെഗുലർ ബാച്ചാണ്. നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ട്സ് തരും, MCQ PDF തരും. പിന്നെ കഴിഞ്ഞ 5 അറ്റംപ്റ്റിൻ്റെ സിലബസ് മാറിയതിന് ശേഷം നമുക്ക് 5 അറ്റംപ്റ്റിലാണ് എക്സാം നടന്നത്. ആ 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസറും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ എക്സാമിന് വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഒരു പ്ലേസിൽ ഞാൻ അവൈലബിൾ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് സിംഗിൾ ഗ്രൂപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം, ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം. ഇനി ബോത്ത് ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ആഡ്ക്വേറ്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾക്കുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ജൂലൈ 21 മുതൽ തുടങ്ങുകയാണെങ്കിൽ തന്നെയും 4 months റോ ആയിട്ടുണ്ട്. പിന്നെ അല്ലാതെ അഡീഷണൽ കുറച്ചൊരു 15 days അടുപ്പിച്ച് നമുക്ക് പിന്നെയും കിട്ടുന്നുണ്ട്. സോ ഏകദേശം ഒരു 135 days നമ്മുടെ കയ്യിൽ ഇനിയുണ്ട് എക്സാമിന് വേണ്ടിയിട്ട്. സോ ടൈം ഒട്ടും കളയരുത്. ബോത്ത് ഗ്രൂപ്പൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. വളരെ ചെറിയ ഫീലാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് കിട്ടുന്നത്. ഞാൻ എല്ലാം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ ഗൈഡൻസ് തരുന്നുണ്ട്. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുക, നിങ്ങൾ ആ കറക്റ്റ് റിവൈസ് ചെയ്യുക, അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഡെയിലി വളരെ കുറച്ച് ടൈം മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സസും വെച്ചിട്ടുള്ളൂ. റെക്കോർഡഡ് ക്ലാസ്സാണ്, നിങ്ങൾക്ക് പേഴ്സണലി ഷെയർ ചെയ്ത് തരും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും ആ എക്സാം ഡേറ്റ് വരെയും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. ഈ ഒരു ബാച്ചിൽ ആലോചിച്ച് നിൽക്കണ്ട, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ സിംഗിൾ ഗ്രൂപ്പാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ either ഫസ്റ്റ് ഗ്രൂപ്പ് ആയാലും ശരി അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ആയാലും ശരി, നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ജൂലൈ 21 തുടങ്ങുന്ന ബാച്ച് എൻഡ് ആകുന്നത് ഒക്ടോബർ 20 ആണ്. അതിനുള്ളിൽ തന്നെ കഴിയും. ഞാൻ മാക്സിമം ഡേറ്റ് ഒക്ടോബർ 20 കൊടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് സിംഗിൾ ഗ്രൂപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് 2 hour ക്ലാസ് ആണ് വരുന്നത്, റെക്കോർഡഡ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് പേഴ്സണലി വാട്സാപ്പ് ത്രൂ ആണ് ഷെയർ ചെയ്ത് തരിക. അന്നത്തെ ദിവസത്തെ ക്ലാസ്സും നോട്ടും MCQയും പ്രീവിയസ് ഇയറും ഞാൻ അയച്ചു തരും. അതായത് ദിവസം തന്നെ ഉള്ളത് അന്ന് തന്നെ കണ്ട് തീർക്കുക. 2 hour ക്ലാസ് ഉള്ളൂ. അത് കണ്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 5 hours മതി. തലേന്നത്തത് റിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെയിലി ഒരു 7 to 8 hour നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ സിംഗിൾ ഗ്രൂപ്പ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. നിങ്ങൾ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും അത് സേഫ് ആയിരിക്കും. അപ്പോൾ സിംഗിൾ ഗ്രൂപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലും 2500 ആണ് ഒരു ഗ്രൂപ്പിന് വരുന്നത്. 4 സബ്ജക്റ്റിനും കൂടിയാണ് ഞാൻ 2500 രൂപ ഇട്ടേക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സബ്ജക്റ്റിന് 625 വരുന്നുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സബ് കിട്ടില്ല. ഒരു സബിനൊക്കെ 4000 3500 ഒക്കെയാണ് സാധാരണ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാനൊരു CMA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് അത്രയും നന്നായിട്ട് തരണം. ഒരുപാട് പേര് ഇതിൽ സ്റ്റക്കായി നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പഠിക്കാനുള്ള ഒരു ഇത് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയും ചെറിയൊരു ഇതിൽ ഞാൻ എഫേർട്ട് ഇട്ട് കൊടുക്കുന്നത്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ബാച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. സോ എല്ലാവരും ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. വളരെ ചെറിയ ഫീ ആണ്. ഒരു ഗ്രൂപ്പിന് എൻ്റെയർ ആയിട്ട് 2500 രൂപ. ഞാൻ ക്വാളിറ്റിയിൽ വേറെ കാര്യങ്ങളൊന്നും കുറച്ചിട്ടില്ല. തരാൻ പറ്റുന്നതൊക്കെ കൺസെപ്ച്വൽ ക്ലാരിറ്റി, അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം അങ്ങനെയൊന്നുമല്ല. എടുക്കുന്ന ടോപ്പിക്സ് പക്ക ക്ലിയർ ചെയ്യുന്നുണ്ട്. തിയറി ആണെങ്കിൽ തിയറി, പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ എല്ലാം നമുക്ക് വേണ്ട എല്ലാം ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് പക്ക ക്ലിയർ ആക്കിയാണ് ഞാൻ എടുത്തു പോകുന്നത്. ഒരു കോംപ്രമൈസും ഞാൻ ചെയ്തിട്ടില്ല. ക്ലാസ്സസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇനി വെറും 2 days മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. 21 മുതൽ രാവിലെ മുതൽ ക്ലാസ്സസ് സ്റ്റാർട്ടാവും. ഞാൻ റെക്കോർഡഡ് ആണ് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിന് നിങ്ങൾക്ക് ടൈമൊക്കെ അലോട്ട് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യുന്നവരായാലും അല്ലാതെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നവരായാലും ഫ്രഷ് അറ്റംപ്റ്റ് എഴുതുന്നവരായാലും മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് ആയവരായാലും എങ്ങനെയായാലും എല്ലാവർക്കും പറ്റുന്ന ഒരു ക്ലാസ്സാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യിലുള്ള വളരെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് എനിക്കിടാൻ കഴിയുന്നതിൻ്റെ ഒരു 200% എഫേർട്ട് കൊടുത്താണ് ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ആവും. നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ 2500 ആണ് സിംഗിൾ ഗ്രൂപ്പ് എടുക്കുന്നവർക്ക് ഫീ വരുന്നത്. 2 hour ആണ് ക്ലാസ് വരുന്നത്, റെക്കോർഡഡ് ആണ്. പിന്നെ ജൂലൈ 21 തുടങ്ങും. മാക്സിമം ഒക്ടോബർ 20 നമ്മൾ കഴിയും.
അതിനുള്ളിൽ കഴിയും. മാക്സിമം ഡേറ്റ് ഒക്ടോബർ 20 ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഡേയ്സ് ഡിസംബർ 11 മറ്റോ എക്സാം വരുന്നത്. സോ ആ ഡേറ്റ് വരെ കംപ്ലീറ്റ് നമ്മൾ റിവിഷനാണ്. ഞാൻ നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ്സ് തരും, ഇത്ര ടോപ്പിക്സ് ഒരു ദിവസം തീർക്കണം എന്നുള്ളത്. അത് നിങ്ങൾ ബേസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുക. നമുക്ക് 4 times റിവിഷൻ ഈ ഒരു സെഷനിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ജൂലൈ 21 മുതൽ ഒക്ടോബർ 20 വരെയുള്ള ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് 2 times റിവിഷൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടൈം ടേബിൾ നിങ്ങൾക്ക് റിവിഷൻ ടാർഗറ്റ്സ് തരുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം വരെ ഒരു 2 times റിവിഷനുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ 4 times റിവിഷൻ പക്ക നിങ്ങൾക്ക് കിട്ടും. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ഞാൻ തരുന്നു. പെൻഡിങ് ഒന്നും വെക്കരുത്. റെക്കോർഡഡ് ആണല്ലോ, പിന്നെ കാണാം, ടൈമുണ്ട്. ആ മൈൻഡ് സെറ്റ് എടുത്ത് മാറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ 4 months പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇനി ബോത്ത് ഗ്രൂപ്പാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ 21 മുതൽ ഒക്ടോബർ 30 വരെയാണ് വരുന്നത്. ഡെയിലി നിങ്ങൾക്കൊരു 2 to 3 hour ആണ് ക്ലാസ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്കപ്പോൾ കഴിയോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഞാൻ എൻ്റെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 3 hour ആണ് മാക്സിമം വരുന്നത്. 3 hour തന്നെ കൂട്ടിക്കോളൂ. കാരണം ചില ടോപ്പിക്സിൽ 2 hourൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 3 hour ആണ് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവുക. റെക്കോർഡഡ് ആണ്, വാട്സാപ്പ് ത്രൂ ആണ് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾക്കത് കണ്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ഒരു 6 hour മറ്റോ മതി. തലേന്നത്തെ റിവിഷൻ ചെയ്യാൻ. അങ്ങനെ ഡെയിലി ഒരു 10 hours നിങ്ങൾ പിന്നെ പോകെ ഒന്ന് ടൈം കൂട്ടി വന്നാൽ മതി. 3 hour ക്ലാസ് ഉള്ളൂ. അന്ന് തന്നെ പഠിക്കുക, തലേന്നത്തെ ഒന്ന് റിവൈസ് ചെയ്ത് വിടുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടാവുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഈ ഒരു ഷെഡ്യൂൾ. കാരണം നമ്മളൊരു ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ക്ലാസ്സും നോട്ടൊക്കെ തരാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ MCQ അതൊക്കെ അവർ തരത്തുള്ളൂ. പക്ഷേ കംപ്ലീറ്റ് ഗൈഡൻസിലാണ് നിങ്ങളെ ഞാൻ ആ ഒരു എക്സാം ഡേറ്റ് വരെ കൊണ്ടുപോകുന്നത്. കിട്ടാവുന്നതിൽ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുന്നതല്ല. ഞാൻ അതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പറയുന്നതല്ല. ശരിക്കും ഞാൻ ബാച്ച് കണ്ടക്ട് ചെയ്ത് അതിനൊരു റിസൾട്ട് ഉണ്ടായി കുട്ടികളുടെ ഫീഡ്ബാക്സിൻ്റെ ബേസിസിലാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് അഷ്വർ ചെയ്ത് പറയുന്നത്. കാരണം ഇത് നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തവർക്ക് പോലും കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അഷ്വർ ചെയ്ത് പറയുന്നത്. അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് നോക്കുന്നവർക്കും ആപ്റ്റാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ കാര്യങ്ങൾ ഡെയിലി ഞാൻ നിങ്ങൾക്ക് 3 hour ക്ലാസ് തരും. അത് നിങ്ങൾ കാണുക, എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്ര നിങ്ങൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ക്ലാസ്സസ് വന്നിട്ട് റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്ററിങ് ഉണ്ട്. നിങ്ങൾക്കൊന്ന് ഒരു മോട്ടിവേഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ തരണമെങ്കിലോ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇതാണ്. പേഴ്സണലി ഓരോരുത്തരോടും ഞാൻ വീക്കിലി നിങ്ങളുടെ ലെവൽ എന്താണെന്നുള്ളത് നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ടൈമിൽ നിങ്ങൾ ഓണസ്റ്റായിട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ തരിക. നിങ്ങളുടെ എന്താണ് ഇപ്പോഴത്തെ ഒരു ലെവൽ എന്നുള്ളത്, ഏതുവരെ ടോപ്പിക്കായി പഠിച്ചോ, റിവിഷൻ ചെയ്തോ, അത് നിങ്ങൾ എന്നെ അറിയിക്കുക. അതിനനുസരിച്ച് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. പെൻഡിങ് വെക്കരുത്. അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ഈ ഒരു സെഷനിൽ മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എനിക്കറിയാം, ഇപ്പോൾ നിങ്ങൾ സാധാരണയൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുമ്പോൾ ഒരുപാട് എമൗണ്ട് കൊടുത്താണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു എമൗണ്ട് അല്ലേ. അപ്പോൾ ഇത് വെറും ഫേക്ക് ആണോ, അല്ലെങ്കിൽ ക്ലാസ്സസ് നല്ലതായിരിക്കില്ലേ, അത് പലതും തരത്തില്ലേ, അങ്ങനെ പറ്റിക്കുമോ, അങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഞാൻ ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ് ആയിട്ടും അല്ലാതെ ക്ലാസ്സിൻ്റെ ഈ ഇൻഫർമേഷൻ ആയാലും ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ഒന്ന് കയറി നോക്കി നോക്കുക. ഞാൻ എക്സാം ടൈമിലൊക്കെ വേണ്ട കംപ്ലീറ്റ് ഗൈഡൻസ് തന്നിട്ടുണ്ട്. സോ ഞാനിത് ചെയ്യുന്നത് CMA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് CMA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ഈ ഇൻ്റർമീഡിയറ്റിൽ കയറുക, ഫൗണ്ടേഷനിൽ നിന്ന് ഇൻ്റർവ്യൂവിൽ കയറുക വളരെ സിമ്പിളാണ്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽസും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പിലൊക്കെ കയറി ഇതുവരെ കംപ്ലീറ്റ് ആകാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസും ഫ്രണ്ട്സിനെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സെഷൻ ഇത്രയും ചെറിയ ഫീല്, ശരിക്കും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇതിന് വെർത്താണ്, നിങ്ങൾ കൊടുക്കുന്ന ക്ലാസ്സിന് ഇത് വെർത്തല്ലല്ലോ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീസ് ഇട്ടുകൂടെ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇടാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ തന്നെ എൻ്റെ ക്ലാസ് വാങ്ങി കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഗ്രൂപ്പിന് ഒരു 5,000 എങ്കിലും ആക്കിക്കൂടെയെന്ന്. പക്ഷേ ഞാൻ ഒരു ഗ്രൂപ്പിന് 2,500 ആക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അതിൽ കൊടുത്തേക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്. കാരണം അത് ഞാൻ എങ്ങനെയാണോ പഠിച്ചത് അത് തന്നെയാണ് ഞാൻ അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഞാൻ തരും. ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ പോസ്റ്റർ ഇമേജ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പോസ്റ്റർ ഇമേജ്. നമ്മൾ ജൂലൈ 5 കഴിഞ്ഞിട്ട് ജൂലൈ 21 നെക്സ്റ്റ് ബാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫീസ് സ്ട്രക്ചറിങ് വരുന്നത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ്, ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ, സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സബ്ജക്റ്റിന് ഇപ്പോൾ ഏതെങ്കിലും ചിലർക്ക് മാനേജ്മെൻറ്റ് മാത്രം മതി, ലോ മതി, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് മാത്രം മതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ പറയുക. സബ്ജക്റ്റ് വൈസ് ആണെങ്കിൽ 700 രൂപയാണ് ആവുന്നത്.
അപ്പോൾ നിങ്ങൾ പറയുക നിങ്ങൾക്ക് ക്വാളിറ്റി ക്ലാസ്സസ് വളരെ ചെറിയ ഫീൽ ഞാൻ തരും. നമുക്ക് 90% ഓഫ് ദി സിലബസ് 90 to 95 ആണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ എടുക്കുന്നത് കാര്യങ്ങളൊക്കെ. എല്ലാ സബിൻ്റെയും ഇൻട്രോയിൽ എങ്ങനെ സ്കോർ ചെയ്യണം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, MCQ എല്ലാം തരും. ഡൗട്ട് ക്ലിയർ ചെയ്യും. ഡിസംബർ 31 വരെ, എക്സാം 11 മറ്റോ ആണ്, 31 ഡിസംബർ വരെ നമുക്ക് അൺലിമിറ്റഡ് വ്യൂസ് ഈ ക്ലാസ്സിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ അത്രയും അഷ്വർ ചെയ്ത് പറയുന്നതിൻ്റെ റീസൺ എനിക്ക് അത്രയും കുട്ടികളുടെ ഫീഡ്ബാക്കും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ജൂലൈ 5 തുടങ്ങിയ ബാച്ചിലായാലും ഒരുപാട് കുട്ടികളുണ്ട്. കഴിഞ്ഞ 2 ബാച്ച് നടത്തിയതിനേക്കാളും ഒരു 3 times കുട്ടികൾ ഇപ്പം അത്രയും ഒരു 3 times ബിഗ്ഗറാണ് ഇപ്പോഴത്തെ ബാച്ച് എന്ന് പറയുന്നത്. കാരണം എല്ലാവരും നല്ല വർക്കിംഗ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തായിട്ടൊന്നുമില്ല. പെൻഡിങ് വെക്കണം എന്ന് നമുക്ക് തോന്നി മടി പിടിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, ലാസ്റ്റ് ടൈം കിടന്ന് നമ്മൾ ആകെ കൂടി സ്ട്രെസ്ഡ് ആവും. എന്നാൽ നേരെ മറിച്ച് ഡെയിലി 2 hour ഉള്ളൂ, അത് കണ്ടു തീർക്കല 3 hour ഉള്ളൂ, അത് കണ്ടു തീർത്തു, അത് അങ്ങ് പോവുക. ഡെയിലി 24 hours 3 hours മാറ്റി വെച്ചാൽ ഒന്നും സംഭവിക്കാതില്ല. 5 മാസമല്ലേ. ആ 5 മാസത്തിൽ ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇൻ്റർമീഡിയറ്റ് സേഫ് ആയിരിക്കില്ലേ? നിങ്ങൾ ആലോചിക്കുക, ഇപ്പം മടി പിടിച്ചാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വർഷങ്ങളോളം ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പോകത്തേ ഉള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ ഒരു മടി ഒന്ന് മാറ്റി, ഇപ്പോൾ ആ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന ടൈമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ നേരെ വന്ന് പഠിക്കാനിരുന്ന് നോക്കുക. നിങ്ങൾക്ക് ഒരു 5 മാസം കഴിയുമ്പോൾ പിന്നെ ഫ്രീ ആയില്ലടാ, പിന്നെ ആർട്ടിക്കിൾഷിപ്പിന് കയറാം, നിങ്ങൾക്ക് പഠിക്കാം, എല്ലാം ചെയ്യാം. സോ നിങ്ങൾ നന്നായിട്ട് ഈ ഒരു ഇത് യൂസ് ചെയ്യുക കേട്ടോ. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഇത്രയും അഷ്വർ ചെയ്ത് പറയുന്ന കാരണം ഞാനൊരു CMA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റാണ്. ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന കുട്ടികളുടെ കറക്റ്റ് ആ ഒരു ഫീൽ എങ്ങനെയാണ്, ഒരു ഇമോഷൻ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പാസ്സാവാത്തവരുടെ ഓരോ തവണ റിസൾട്ട് വരും. ഇപ്പോൾ റിസൾട്ടിന് ഇപ്പോൾ August 11 വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആ ഒരു റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങളും എനിക്കറിയാം. കാരണം ഞാനും അതേ ഇമോഷൻസിലൂടെ പോകുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മൾ എഫേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നിട്ട് കാര്യമുള്ളൂ. നമ്മൾ ആ ഒരു എഫേർട്ട് ഇടാതെ ഒരു 50-50 ചാൻസിൽ പോയി എഴുതിയിട്ട് നമ്മളിപ്പോൾ റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, വെയിറ്റ് ചെയ്യുക, റിസൾട്ട് വരുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും. കാരണം നമ്മൾ പാസ്സായിരിക്കും. നേരെ മറിച്ച് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് പോയി എക്സാം എഴുതുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രസൻറ്റേഷൻ രീതി ശരിയാകാത്തത് കൊണ്ട്, പ്രിപ്പറേഷൻ ശരിയാവാത്തത് കൊണ്ടൊക്കെയാണ് നമ്മളെപ്പോഴും ഫെയിൽ ആവുന്നത്. അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി നോക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാം ശരിയാവും. അതൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ട് തരുന്നതൊക്കെ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് തരാവുന്നതിൽ ബെസ്റ്റായിട്ട് ഞാൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഫെസിലിറ്റീസൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ എനിക്ക് പറ്റാവുന്നതിൽ ബെസ്റ്റായിട്ട് തന്നിട്ടുണ്ട്. എല്ലാവരും യൂസ് ചെയ്യുക, മാക്സിമം കോപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ബാച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഇത്ര ടൈമേ ഇതിനുള്ളൂ. അപ്പോൾ ഇത് തീരുമോ, ആ കാര്യങ്ങളൊന്നും നിങ്ങൾ സ്ട്രെസ്ഡ് ആവേണ്ട. ടൈം ടേബിളൊക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നുണ്ടാവുക. ഞാൻ ഡെയിലി തരും, അത് നിങ്ങൾ വെറീഡ് ആവേണ്ട. നിങ്ങൾക്ക് ആകെ ഈ പഠിക്കുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം പഠിക്കുക, നിങ്ങൾ വർക്ക് ചെയ്യുക, അതാണ് ചെയ്യാനുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ആ ഒരു റിസൾട്ട് വരുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ കംപ്ലീറ്റഡ് എന്ന വേർഡ് വരുമ്പോൾ, ആ ഒരു സക്സസ് വരുമ്പോൾ ആ ഒരു സന്തോഷം അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റാവും. പിന്നെ പോസിറ്റീവായിട്ടിരിക്കുക. അങ്ങനെ നമുക്ക് പറ്റില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ വർക്ക് ചെയ്യും, എനിക്ക് പറ്റും എന്നുള്ള തോട്ടിലേക്ക് നിങ്ങൾ വന്ന് നോക്ക്. നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടും കിട്ടും. സോ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, കോൾ ചെയ്താൽ അങ്ങനെ കിട്ടത്തില്ല. മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. സബ്ജക്റ്റ് വൈസ് വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.